Siju, good morning. Vinsha, good morning. മുഖ്യമന്ത്രി കാസർഗോഡ് എത്താൻ പോവുകയാണ്. വികസന മുന്നേറ്റ ജാഥ ഉദ്ഘാടനം ചെയ്യാനാണ് മുഖ്യമന്ത്രി കാസർഗോട്ടേക്ക് എത്തുന്നത്. നമ്മൾ ഇത്രയും നേരം സംസാരിച്ചു കൊണ്ടിരുന്നത് സിജു യൂണിയൻ ബജറ്റിനെ കുറിച്ചായിരുന്നു. ആ യൂണിയൻ ബജറ്റിൽ പ്രഖ്യാപിക്കാൻ പോകുന്ന കേരളത്തിൻ്റെ പ്രതീക്ഷകളെ കുറിച്ചായിരുന്നു. കേരളത്തിൻ്റെ ബജറ്റ് അല്പ ദിവസങ്ങൾക്ക് മുൻപാണ് ധനമന്ത്രി കെ എൻ ബാലഗോപാൽ പ്രഖ്യാപിച്ചത്. കേരളത്തിലെ ജനങ്ങൾക്ക് എ ടു സെഡ് ആയിട്ടുള്ള എല്ലാ വിഭാഗം ജനങ്ങൾക്കും താഴെത്തട്ടിലുള്ള ആളുകൾക്ക് വരെ ഏറ്റവും സഹായകരമാകുന്ന രീതിയിലുള്ള ബജറ്റ് പ്രഖ്യാപനങ്ങളായിരുന്നു. ആ ബജറ്റ് പ്രഖ്യാപനങ്ങൾ വരെ അടുത്ത സാമ്പത്തിക വർഷത്തേക്കുള്ള ബജറ്റ് പ്രഖ്യാപനങ്ങൾ വരെ നടത്തിയെടുക്കാൻ പറ്റുന്ന പ്രഖ്യാപനങ്ങളാണ്. ഒന്നും കടലാസിലോ കല്ലിട്ടോ പോവുകയല്ല. ജനങ്ങളോട് വിളിച്ചു പറയുന്നതെല്ലാം ചെയ്ത് കാണിക്കാൻ ആർജവമുള്ളൊരു സംസ്ഥാന സർക്കാരായിരുന്നു. സംസ്ഥാന സർക്കാരിൻ്റെ ആ ഭരണ നേട്ടങ്ങൾ, വികസനക്ഷേമ പ്രവർത്തനങ്ങളൊക്കെ വികസന മുന്നേറ്റ ജാഥയുടെ വിഷയമാകും. അതൊക്കെ ജനങ്ങളിലേക്കും എത്തിക്കും. ബിരിഷ, LDF സംസ്ഥാന കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ സംഘടിപ്പിക്കുന്ന 3 മേഖലാ ജാഥകളുണ്ട്. ആ മേഖലാ ജാഥയിൽ ആദ്യത്തേതാണ് ഇന്ന് കാസർഗോഡ് നിന്ന് തുടക്കമാവുന്നത്. LDF വടക്കൻ മേഖലാ വികസന മുന്നേറ്റ ജാഥയുടെ ക്യാപ്റ്റൻ CPIM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ മാസ്റ്ററാണ്. ബിൻഷ സൂചിപ്പിച്ചതുപോലെ തന്നെ LDF സർക്കാരിൻ്റെ കഴിഞ്ഞ 10 വർഷക്കാലത്തെ വികസന ക്ഷേമ പ്രവർത്തനങ്ങളെല്ലാം തന്നെ ഉയർത്തിക്കാണിച്ചുകൊണ്ടായിരിക്കും ജാഥ മുന്നോട്ട് പോകുന്നത്. കഴിഞ്ഞ കാലയളവിൽ കേരളത്തിൻ്റെ സമസ്ത മേഖലകളിലും നടന്ന അടിസ്ഥാന സൗകര്യ മേഖലകളിൽ, അതോടൊപ്പം തന്നെ മറ്റു മേഖലകളിലെല്ലാം നടന്ന വികസന പ്രവർത്തനങ്ങളെല്ലാം തന്നെ ചൂണ്ടിക്കാണിക്കും. അതോടൊപ്പം തന്നെ ക്ഷേമ പെൻഷൻ ഉൾപ്പെടെ ക്ഷേമ പ്രവർത്തനങ്ങളെല്ലാം തന്നെ ഇത്തരം വിഷയങ്ങളുമായി ജനങ്ങളുമായി സംവദിക്കും. അതോടൊപ്പം തന്നെ വളരെ പ്രധാനപ്പെട്ട കാര്യം വിനിഷ സൂചിപ്പിച്ചത്, കേന്ദ്ര ബജറ്റുമായി ബന്ധപ്പെട്ട് പ്രേക്ഷകരുടെ ഒരു പ്രതികരണം ഞാൻ കേൾക്കുകയായിരുന്നു. കേരളത്തോടുള്ള അവഗണനയെക്കുറിച്ച് എല്ലാവർക്കും വളരെ വ്യക്തമായി അറിയാമെന്നാണ് ആ പ്രതികരണത്തിൽ മനസ്സിലാക്കുന്നത്. അതുകൊണ്ട് തന്നെ കേന്ദ്ര സർക്കാരിൻ്റെ വർഗീയവും ജനവിരുദ്ധവുമായ നയങ്ങളും അതോടൊപ്പം തന്നെ കേരളത്തോട് കഴിഞ്ഞ കാലയളവിൽ തുടരുന്ന അവഗണനയും എല്ലാം തന്നെ ഇതിൽ തുറന്നു കാണിക്കും. അതോടൊപ്പം വളരെ പ്രധാനപ്പെട്ട കാര്യം, കേരളത്തിൽ വലിയ ഭിന്നിപ്പുണ്ടാക്കാനും അതോടൊപ്പം LDF സർക്കാരിനെതിരെയും LDFിനെതിരെയും വ്യാജ പ്രചരണങ്ങൾ നടത്തുകയും ചെയ്യുന്ന UDFിൻ്റെ സമീപനവുമെല്ലാം തന്നെ വളരെ വിശദമായി ഈ ജാഥയിലൂടെ തുറന്നു കാണിക്കുകയാണ് ലക്ഷ്യം. 3 മേഖലാ ജാഥകളിൽ വടക്കൻ മേഖലാ വികസന മുന്നേറ്റ ജാഥ ഇന്ന് വൈകുന്നേരം 4 മണിക്കാണ് തുടക്കമാകുന്നത്. മഞ്ചേശ്വരം മണ്ഡലത്തിലെ കുമ്പളയിൽ നിന്നാണ് ജാഥയ്ക്ക് തുടക്കമാകുന്നത്. കേരള മുഖ്യമന്ത്രി പിണറായി വിജയൻ ജാഥ ഉദ്ഘാടനം ചെയ്യും. CPIM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ മാസ്റ്റർ ക്യാപ്റ്റനായ ജാഥയുടെ മാനേജർ CPI ദേശീയ എക്സിക്യൂട്ടീവ് അംഗം സന്തോഷ് കുമാർ MP ആണ്. KS സലീഗ, മാത്യു കുന്നപ്പള്ളി കേരള കോൺഗ്രസ്, PP ദിവാകരൻ, അഡ്വക്കേറ്റ് PM സുരേഷ് ബാബു, മനയത്ത് ചന്ദ്രൻ, ബാബു ഗോപിനാഥ് കോൺഗ്രസ്, വടക്കോട് മോനച്ചൻ, അഡ്വക്കേറ്റ് AJ ജോസഫ്, കാസിം ഇരിക്കൂർ, അഡ്വക്കേറ്റ് നൈസ് മാത്യു എന്നിവർ ജാഥയിലെ സ്ഥിരാംഗങ്ങളാണ്. ഒരു ദിവസം 4 മണ്ഡലത്തിലൂടെ പര്യടനം നടത്തുന്ന രീതിയിലാണ് ജാഥ ക്രമീകരിച്ചിരിക്കുന്നത്. രാവിലെ അതിനു മുമ്പായി മണ്ഡലത്തിലെ പ്രധാനപ്പെട്ട ആളുകളുമായി എല്ലാം തന്നെ ഒരു കൂടിക്കാഴ്ച ജാഥ ക്യാപ്റ്റൻ ഉൾപ്പെടെയുള്ളവർ നടത്തും. അതിനുശേഷം ഓരോ ദിവസത്തെയും അനുഭവം വിശദീകരിച്ചുകൊണ്ട് രാവിലെ 10 മണിക്കൊരു വാർത്താ സമ്മേളനം ഉണ്ടാകും. രാവിലെ 10:30 ആദ്യ സ്വീകരണം നിശ്ചയിച്ചിരിക്കുന്നത്. അതിനുശേഷം ഉച്ചയ്ക്ക് ശേഷം 3 നിയമസഭാ മണ്ഡലങ്ങളിൽ കൂടി പര്യടനം നടത്തുക എന്ന ഈ രീതിയിലാണ് ക്രമീകരിച്ചിരിക്കുന്നത്. ഉദ്ഘാടന ദിവസം മഞ്ചേശ്വരം മണ്ഡലത്തിൽ നിന്ന് തുടങ്ങിയ ശേഷം കാസർഗോഡ് മണ്ഡലത്തിൽ നുള്ളിപ്പാടിക്കടുത്ത് ആദ്യ സ്വീകരണം നൽകും. രണ്ടാം ദിനത്തിൽ രാവിലെ ഞാൻ സൂചിപ്പിച്ചതുപോലെ തന്നെ പ്രധാനപ്പെട്ട ആളുകളുമായി, ജില്ലയിലെ പ്രധാനപ്പെട്ട ആളുകളുമായി സംവദിച്ച ശേഷം 10 മണിക്ക് വാർത്താ സമ്മേളനം നടത്തും. അതിനുശേഷം ഉദുമ മണ്ഡലത്തിലെ പെരിയാട്ടെടുക്കത്താണ് സ്വീകരണം നൽകുക. ഫെബ്രുവരി 2 ഉച്ചയ്ക്ക് ശേഷം 3 മണിക്ക് കാഞ്ഞങ്ങാട് മണ്ഡലത്തിൽ സ്വീകരണം നൽകും. അതിനുശേഷം തൃക്കരിപ്പൂർ മണ്ഡലത്തിലെത്തും. തൃക്കരിപ്പൂർ മണ്ഡലത്തിൽ വൈകുന്നേരം 4 മണിക്കാണ് സ്വീകരണം ഒരുക്കിയിരിക്കുന്നത്. ഇതോടുകൂടി കാസർഗോഡ് ജില്ലയിലെ പര്യടനം പൂർത്തിയാക്കും. വൈകുന്നേരം 5:30 ജാഥ ജില്ലാ അതിർത്തിയായ കാലിക്കടവിൽ നിന്ന് കണ്ണൂർ ജില്ലയിലേക്ക് പ്രവേശിക്കും. കണ്ണൂർ ജില്ലയിലെ പയ്യന്നൂരിൽ ജാഥയ്ക്ക് ആദ്യ സ്വീകരണം നൽകും. ഇങ്ങനെയാണ് ഈ 2 ദിവസത്തെ ജാഥയുടെ ക്രമീകരണങ്ങൾ. പാലക്കാട് ജില്ലയിലെ തരൂരിലാണ് ജാഥ സമാപിക്കുന്നത്. CPI സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം നയിക്കുന്ന തെക്കൻ മേഖലാ ജാഥ ഫെബ്രുവരി 4 തൃശ്ശൂർ ചേലക്കരയിൽ നിന്ന്
തുടങ്ങുന്നത്. ജോസ് കെ മാണി എം പി നയിക്കുന്ന മധ്യമേഖലാ ജാഥ ഫെബ്രുവരി 6-ന് പത്തനംതിട്ട ആറന്മുളയിൽ നിന്നും പര്യടനം തുടങ്ങും. ഇങ്ങനെ 3 മേഖലാ ജാഥകളാണ് LDF സംസ്ഥാന കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നടക്കുന്നത്. ഏതായാലും വടക്കൻ മേഖലാ വികസന മുന്നേറ്റ ജാഥ ഇന്ന് തുടക്കം കുറിക്കുന്നു. ഇതോടുകൂടി മേഖലാ ജാഥകൾക്ക് തുടക്കം കുറിക്കുകയാണ്. ഏതായാലും ആവേശകരമായ സ്വീകരണം നൽകുന്നതിന് വേണ്ടിയും അതിൻ്റെ ഉദ്ഘാടനത്തിനുമെല്ലാം തന്നെ കാസർഗോഡ് ജില്ല ഒരുങ്ങിക്കഴിഞ്ഞു. വിനിഷ.